നമസ്കാരം. ക്രോസ് ഫയറിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ സജീവമായി ചൂടുപിടിച്ച് നിൽക്കുന്നു. എല്ലാ നേതാക്കന്മാരും തിരക്കിലാണ്. ഇന്നിപ്പോൾ ക്രോസ് ഫയറിൽ നമ്മോടൊപ്പം സംസാരിക്കുന്നത് CPIM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബിയാണ്. സ്വാഗതം ശ്രീ MA ബേബി. നമസ്കാരം. അതായത് ഈ തെരഞ്ഞെടുപ്പ് CPIM-നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടാൻ പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തിൽ ജനത്തിനാണോ അത്യാവശ്യം അതോ CPIM-നാണോ? കേരളത്തിലെ ജനങ്ങൾക്ക് അത്യാവശ്യമാണ്, CPIM-ന് അത്യാവശ്യമാണ്, ഇനി ഭാവിയിൽ പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അത്യാവശ്യമാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആർക്കും തള്ളിക്കളയാൻ കഴിയാത്തത്ര മികച്ച നേട്ടങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലൂടെ കൈവരിച്ചത്. പിന്നെ കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി തീവ്ര ദാരിദ്ര്യം തുടച്ചു മാറ്റുന്നതിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. നീതി ആയോഗിന് പോലും ഇതിനെ തിരിച്ചറിയേണ്ടി വന്നു. ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു നവകേരളം സൃഷ്ടിക്കണം എന്ന കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കാൻ ജീവിതാനുഭവങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാവുന്ന നേട്ടങ്ങൾ ഈ കാലത്തുണ്ടായി. ഇത് തുടർന്നു പോകണം, ഇതാണ് തുടർന്നു പോകേണ്ടത്. അപ്പോൾ ആ നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ തുടർച്ച ആവശ്യമാണ്, CPIM-ന് ഈ തുടർച്ച ആവശ്യമാണ്, പറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ തുടർച്ച ആവശ്യമാണ്. റൈറ്റ്. ഇപ്പോൾ CPIM-നെ സംബന്ധിച്ചിടത്തോളം 3 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുണ്ടായിരുന്ന ഒരു പാർട്ടി എന്നതാണ് നമ്മൾ കാണുന്ന ഒരു CPIM ഒരു സമയത്ത്. മാത്രമല്ല, ബീഹാർ അടക്കം പല സംസ്ഥാനങ്ങളിലും നിർണായകമായ സ്വാധീനമുണ്ടായിരുന്ന പാർട്ടി. അതിന് ഒരു തകർച്ചയുണ്ടായിട്ടുണ്ട്. ആ തകർച്ചയുടെ ഘട്ടം തന്നെയാണ് എന്ന് വിലയിരുത്തിയാൽ ഈ 2 സംസ്ഥാനങ്ങളിലെ ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം ഇനി അവശേഷിക്കുന്ന ഒരു തുരുത്ത് എന്ന നിലയ്ക്ക് കേരളത്തെ സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യത, അതായത് അധികാര രാഷ്ട്രീയത്തിൽ ആ നിലയ്ക്ക് ജനാധിപത്യത്തിൽ ഇതിനെ സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യത ഈ മറ്റെന്തിനും അപ്പുറത്ത് CPIM-നുണ്ട് എന്ന് വിലയിരുത്തിയാൽ തെറ്റുണ്ടോ? CPIM-നെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും സംസ്ഥാന ഭരണത്തിലും പാർലമെൻറ്റിലും ഒക്കെ CPIM-ൻ്റെ പ്രതിനിധികൾ ഉണ്ടാകേണ്ടത് വളരെ വളരെ പ്രധാനമാണ്. ജനജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ അവകാശ സമരങ്ങളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടത് ഭരണവർഗങ്ങളിൽ നിന്നും നേടിയെടുക്കാൻ കഴിയുക. പ്രത്യേകിച്ച് ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ ദ്രോഹിക്കുകയും ചൂഷകവർഗത്തിൻ്റെ നേതൃത്വത്തിൽപ്പെടുന്ന അംബാനിമാരെയും അദാനിമാരെയും എല്ലാം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസും BJP-യും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രസംഗത്തിൽ ചിലപ്പം ഇതിനെ വിമർശിച്ച് പറയും എന്നുള്ളത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ കുത്തക മുതലാളിത്തം ഏറ്റവും കൂടുതൽ വളർന്നിട്ടുള്ളത് കോൺഗ്രസ് ഭരണത്തിന് കീഴിലാണ്. ഇപ്പോൾ ശ്രീമാൻ രാഹുൽ ഗാന്ധി ഇടയ്ക്ക് അദാനിയെക്കുറിച്ചെല്ലാം പറയുന്നുണ്ടെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അത്തരം പക്ഷേ ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ നയം തന്നെയാണ് എല്ലാ ഭരണവർഗ പാർട്ടികൾക്കും ഉള്ളത്. അപ്പോൾ ഇടതുപക്ഷം ജനപക്ഷമാണ്. ഒരു ജനകീയ പാർട്ടിയായി, ജനപക്ഷ പാർട്ടിയായി, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരുടെ പാർട്ടിയായി വീണ്ടും കുറച്ച് ചോർന്നുപോയ സ്വാധീനം വീണ്ടെടുക്കാനുള്ള പ്രവർത്തനം പാർട്ടി നടത്തുന്നുണ്ട്. അതിന് കേരളത്തിലെ തുടർ വിജയം ഉത്തേജനം നൽകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ അത് ഒരേ സമയം തന്നെ ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും ഒരു പ്ലാൻ B അല്ലെങ്കിൽ അടുത്ത പദ്ധതി അത് മുന്നിലുണ്ട് പാർട്ടിക്ക് എന്നുള്ളത് കൂടിയല്ലേ സൂചന നൽകുന്നത്? അല്ല, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നും നടത്തണമെന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിച്ചെങ്കിലും പിന്നീട് ലോകതലത്തിൽ തന്നെ ഗാർഡിയനിലൊക്കെ തന്നെ റിപ്പോർട്ട് വന്നു, വിദേശ രാജ്യങ്ങൾ റിപ്പോർട്ട് വന്നു. ഏതാണ്? നാസിക്കിൽ നിന്നും ബോംബെയിലേക്ക് നടത്തിയ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പട്ടിണിപ്പാവങ്ങളുടെയും നഗ്നപാതരായി നടന്നു വന്നു. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചിലരുടെ കാല് നല്ല തഴമ്പുള്ള കാലുകളാണ്, പക്ഷേ ചൂടിൽ ഈ താരട്ട റോഡിലൂടെ നടന്ന് ചിലരുടെ കാലിൽ നിന്നൊക്കെ രക്തം പൊട്ടിയൊലിച്ചു. ആ പൊട്ടിയൊലിച്ച രക്തം ആ വഴികളിൽ കുറിച്ച ഒരു മുദ്രാവാക്യമുണ്ട്: ഞങ്ങൾ ഞങ്ങളുടെ ജീവരക്തം തൂകിയും ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി പൊരുതും എന്നുള്ളൊരു സന്ദേശം അവർ സ്വന്തം കാലിൽ നിന്നൊഴുകിയ ചോര കൊണ്ട് ഈ നാസിക്കിൽ നിന്ന് ബോംബെയിലേക്കുള്ള വഴികളിൽ കുറിച്ചിടുകയുണ്ടായി. അതുപോലുള്ള സമരങ്ങൾ പിന്നീട് നടക്കുന്നുണ്ട്. പാർട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പുകൾ വരും, അതിൽ വിജയങ്ങളുണ്ടാവും, മുന്നേറ്റങ്ങളുണ്ടാവും, ചിലപ്പോൾ ചില തിരിച്ചടികളുണ്ടാവും. പക്ഷേ ജനങ്ങളുമായിട്ടുള്ള ഉറ്റബന്ധം കാത്തുസൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ചെങ്കൊടി പ്രസ്ഥാനം മുന്നോട്ട് പോകും. റൈറ്റ്. ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്ന 2 പാർട്ടികൾ, ദേശീയ തലത്തിൽ നോക്കിയാൽ പ്രതിസന്ധി നേരിടുന്ന 2 പാർട്ടികളാണ് കോൺഗ്രസും CPIM-ഉം. അവർ പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥലമാണ് കേരളം. അവിടെ അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം, പരസ്പരം ഇപ്പോൾ ആരോപണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെടുന്നത് എന്താണ്?
അത് BJP-യുമായിട്ടുള്ള സഖ്യം എന്നുള്ളതാണ്. ഡീൽ എന്നുള്ള പേരാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിന് പ്രയോഗിക്കുന്നത് എന്നേ ഉള്ളൂ. അപ്പോൾ സൂക്ഷ്മമായി ഓരോ മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് തന്നെ അത് പ്രാദേശിക നേതാക്കൾ പറയുന്നു. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ളവർ അതേ സ്വഭാവത്തിൽ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇനി അങ്ങോട്ട് ഈ അതായത് കേരളമാണ് കേന്ദ്രം, കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരു ദേശീയ താല്പര്യം ഇതിലില്ല എന്ന് ഇരു പാർട്ടികളും കരുതുന്ന അവസ്ഥയുണ്ടായോ? CPI-നെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നൊരു സംവിധാനം രൂപപ്പെടുത്തുന്നതിൽ ഞങ്ങൾ ഇമ്മോഡസ്റ്റായിട്ട് പറഞ്ഞുകൂടാ, ഞങ്ങളിങ്ങനെ വീമ്പ് പറഞ്ഞുകൂടാ. വീമ്പ് പറയുന്നവരല്ല ഞങ്ങളുടെ പരിമിതികൾ സമ്മതിക്കുന്നവരാണ്, ഞങ്ങളുടെ കുറവുകൾ സമ്മതിക്കുന്നവരാണ്. പക്ഷേ BJP എതിർക്കാൻ തയ്യാറാകേണ്ട പാർട്ടികൾക്ക് തമ്മിത്താനുള്ള ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ മറന്ന് നമ്മൾ ഒരുമിച്ച് വരണം എന്നൊരു കാഴ്ചപ്പാടോടുകൂടി ഇവരെല്ലാം ബന്ധപ്പെട്ട് ഏകോപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയ CPIM ആണ്. അത് നിസ്സങ്കോചം ഞാൻ പറയുകയാണ്, ഒരു വീമ്പ് പറച്ചിലായിട്ടല്ല. അപ്പം ഞങ്ങളെടുത്തിരുന്നൊരു ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളെടുത്തിരുന്നൊരു സമീപനം കഴിയുന്നിടത്തോളം ഒറ്റ സ്ഥാനാർത്ഥി സഹകരിച്ചിട്ടുള്ള പ്രവർത്തനം. ഇനി എവിടെങ്കിലും ഒറ്റ സ്ഥാനാർത്ഥിയാകാൻ പറ്റാത്തൊരു സംസ്ഥാനം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ട പാർട്ടികൾ തമ്മിത്താനുള്ള മത്സരം ഒരിക്കലും BJP അതിൻ്റെ അഡ്വാൻറ്റേജിന് ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് രണ്ടാമത്തെ ഒരു പൊതുധാരണയായിട്ട് ഞങ്ങൾ മുന്നോട്ട് അവതരിപ്പിച്ചത്. അത് കുഴപ്പമില്ല എന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും അത് പ്രവൃത്തിയിൽ വന്നില്ല. അതിൻ്റെ കെടുതി എന്തൊക്കെയാണ്? അതിൻ്റെ കെടുതി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോഴും ഡൽഹിയിൽ നിന്നുകൊണ്ട് ഇന്ത്യ ഭരിക്കുമ്പോഴും ഡൽഹി യൂണിയൻ ടെറിട്ടറി ആം ആദ്മി പാർട്ടിയാണ് ഭരണത്തിലിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തങ്ങളുടെ മുഖ്യശത്രുവായിട്ട് ആം ആദ്മി പാർട്ടിയെ കണ്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പം ഏറ്റവും പുതിയ സംഭവവികാസം ഉണ്ടായി. ഒരു ഫാസ്റ്റ് ഫോർവേഡാണ്. ആം ആദ്മി പാർട്ടിയുടെ USP അൾട്ടിമേറ്റ് സെല്ലിംഗ് പോയിന്റ്, അവരുടെ ഒരു DNA ആയിട്ട് അവർ പറഞ്ഞത് അഴിമതി വിരുദ്ധതയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് ആദ്യകാല കോൺഗ്രസ്സാണ്. ആ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ അവർ കുറ്റവിമുക്തരാക്കപ്പെട്ടിരിക്കുകയാണ്. അവർ കുറ്റവിമുക്തരാക്കപ്പെട്ടെങ്കിലും അവർ അഴിമതിക്കാരാണ്, കുറ്റവാളികളാണ് എന്ന് ആദ്യം കോൺഗ്രസ് ഉന്നയിച്ച് BJP-യും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഏറ്റെടുത്ത് ഇവരെ കരിവാരിത്തേച്ച് അഴിമതിക്കാരാക്കി ദ്രോഹിച്ചതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? ആം ആദ്മി പാർട്ടി ഭരണത്തിൽ നിന്ന് പോയി. കോൺഗ്രസ്സിന് വരാൻ പറ്റിയോ? BJP അവിടെ വരികയും ചെയ്തു. ഇതുപോലുള്ള ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പ്രവർത്തനം കോൺഗ്രസ് പാർട്ടി നടത്തിക്കൂടാ. അതിപ്പോൾ ഡൽഹിയിൽ ചെയ്തത് അതുപോലെ കേരളത്തിൽ നടപ്പാവില്ലെങ്കിൽ പോലും കേരളത്തിൽ അവർ കൊണ്ടുവരികയാണ്. പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ BJP-യുമായിട്ട് ഡീൽ എന്നാണ്. കേരളത്തിൽ RSS-നെതിരായ സമരത്തിൽ എത്ര CPIM സഖാക്കൾക്ക് ജീവൻ വെടിയേണ്ടി വന്നു എന്നുള്ളതിൻ്റെ കണക്ക് ഖാർഗെയ്ക്കോ രാഹുൽ ഗാന്ധിക്കോ അറിയാമോ? ആ എണ്ണം. എത്ര കോൺഗ്രസ്സുകാർ RSS-നെതിരായിട്ടുള്ള സമരത്തിൽ കേരളത്തിൽ ജീവൻ വെടിഞ്ഞിട്ടുണ്ട്? കോൺഗ്രസ്സിന് RSS-ഉമായിട്ടൊരു ബന്ധമുണ്ട് കേരളത്തിൽ. എന്താ അത്? RSS ശാഖയ്ക്ക് ഞങ്ങൾ കാവൽ നിന്നിട്ടുണ്ട് എന്ന് ഇപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തുടരുന്ന മുൻ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഖർഗെയ്ക്കോ രാഹുൽ ഗാന്ധിക്കോ അറിയാമോ? അപ്പോൾ അസംബന്ധം പറയുക. പിന്നെ കരാർ പണി കൊടുത്തിരിക്കുകയാണ്. പ്രചരണത്തിനുള്ള ക്യാപ്സൂളുകൾ തയ്യാറാക്കുന്ന ജോലി ആർക്കാണ്? രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയുടെയും പാർട്ടി കേരളത്തിൽ കരാർ പണി കൊടുത്തിട്ടുള്ളത്. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പ്രചരണം അതിന് അവർ കരാർ പണി നരേന്ദ്രമോദിയും BJP-യും കൊടുത്തത് രണ്ടുപേർക്കാണ്, പ്രശാന്ത് കിഷോറിനും കനുഗോലുവിനും. അപ്പം RSS-നും BJP-ക്കും ഇന്ത്യയിൽ രാഷ്ട്രീയ സ്വീകാര്യത ഉണ്ടാക്കുന്ന കരാർ പണി ഏറ്റെടുത്ത കനഗോലുവിനെ കോൺഗ്രസ്സിന് കേരളത്തിൽ സ്വീകാര്യത ഉണ്ടാക്കാനുള്ള കരാർ പണി കൊടുക്കേണ്ട തരത്തിൽ കോൺഗ്രസ് നേതൃത്വം രാഷ്ട്രീയമായി അധപ്പതിച്ചിരിക്കുന്നു. എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് പറയാറുണ്ട്, നിങ്ങളിങ്ങനെ കനഗോലു പറയുന്ന വിവരക്കേടെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് നാണം കെട്ടുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നൊരു BJP MP ഉണ്ടായത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിലാണ്. ആ സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസിൻ്റെ ആൾ ജയിച്ച സമയത്ത് കിട്ടിയ വോട്ടിൻ്റെ 1 ലക്ഷം ഇടിവാണ് ആ തൃശ്ശൂർ മണ്ഡലത്തിലുണ്ടായത്. അപ്പം ജയിച്ച BJP സ്ഥാനാർത്ഥിക്ക് 75,000-ൻ്റെ ഭൂരിപക്ഷമുള്ളത്. ഇത് തന്നെയാണ് സംസ്ഥാന നിയമസഭയിൽ BJP ആദ്യമായി അക്കൗണ്ട് തുടങ്ങിയ നിയമമണ്ഡലത്തിലുണ്ടായത്. UDF-ൻ്റെ വോട്ട് പോയിട്ടാണ്. ഇത്
ഗുണഘോഷ്ടം വിശദമായി അറിയാൻ പാടില്ലാത്ത, കണക്കൂട്ടാൻ അറിയാവുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും കണക്ക് കൂട്ടാൻ അറിഞ്ഞൂടെ? ഈ കണക്കൊന്ന് കൂട്ടി നോക്കണം. എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് പറയാറുള്ളത്, നിങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വത്തെ ഇങ്ങനെ അസംബന്ധ പ്രസ്താവനകൾ നടത്തുന്ന നിലവാരത്തിലേക്ക് തരം താഴ്ത്തുന്ന ഒരു പണി കെ സി വേണുഗോപാലും വി ഡി സതീശനും സണ്ണി ജോസഫും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും കൂടെ ദയവ് ചെയ്ത് ചെയ്യരുത്. ഞങ്ങൾ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഘടനയ്ക്കുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടുന്നവരും സംസാരിക്കുന്നവരുമാണ്. അവരെക്കുറിച്ച് കൂടുതൽ വിമർശനപരമായി പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു താല്പര്യവും. അത്തരം യോഗങ്ങളിലോ അത്തരം കൂടിക്കാഴ്ചകളിലോ ഈ പരാമർശങ്ങളിലെ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടിയിരുന്നോ എപ്പോഴെങ്കിലും? പാർലമെന്റ് മെമ്പർമാരുടെ നേതൃത്വത്തിൻ്റെ ഇതുണ്ട്, അതിന് ഫ്ലോർ ലീഡേഴ്സിൻ്റെ മീറ്റിംഗ് എന്നാ പറയുക, 2 പാർലമെന്റ്. ആ യോഗം കൂടിയ ഘട്ടത്തിൽ CPIയുടെയും CPIMൻ്റെയും നേതാക്കന്മാർ പറഞ്ഞു, കേരളത്തിൽ വന്നിട്ട് ഉന്നതരായ കോൺഗ്രസിലെ നേതാക്കന്മാർ പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, കേജ്രിവാളിനെ ചെയ്ത പോലെ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുകയാണ്. എന്നിട്ടൊന്ന് എന്നെ, അദ്ദേഹത്തെ ദീർഘ മണിക്കൂറുകൾ വിചാരണ ചോദ്യം ചെയ്തു. എന്തുകൊണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല എന്നാണ്. ചോദ്യം ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു വിഷയം വേണ്ടേ? വിഷയമില്ലെങ്കിൽ ചോദ്യം ചെയ്യാതിരിക്കുമോ? ഇല്ല, ഇപ്പം വേറൊരു നെറേറ്റീവ് കൂടിയുണ്ട്. കാരണം സർക്കാരാണ്, ഇപ്പോൾ പാർട്ടി എന്നുള്ള നിലയ്ക്കല്ല, സർക്കാർ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകമായി ഒരു വിട്ടുവീഴ്ച മനോഭാവം RSSൻ്റെ പ്രവർത്തികൾക്കോ നേരെ ഉണ്ട് എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത് ADGP RSS നേതാക്കളെ പോയി കാണുന്നു, അക്കാര്യത്തിൽ സർക്കാരോ മുഖ്യമന്ത്രിയോ ഒന്നും വേണ്ട രീതിയിലുള്ള പ്രതികരണം നടത്തുന്നില്ല, സമാനമായ സ്വഭാവത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ നേരിട്ട് BJPയുമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു മണ്ഡലം, കോൺഗ്രസ് അവിടെ കഴിഞ്ഞ 2 ടൈമായി ജയിച്ചു വരുന്ന ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ പ്രത്യേകം നേടാൻ ഉദ്ദേശിച്ചൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി. ഇതടക്കം ഉദാഹരണമാണ്. അങ്ങനെ 10 മണ്ഡലങ്ങൾ ഉണ്ട് എന്നാണ് ഇത് വളരെ വളരെ സ്ട്രക്ചേർഡായി വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അത് ആളുകളപ്പോൾ വിശ്വസിക്കില്ലേ? ആളുകൾ അവരുടെ അനുഭവത്തെ മുൻനിർത്തിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നിഗമനങ്ങളിലെത്തുക. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? വ്യാപകമായി BJP UDFും തമ്മിൽ ധാരണകളുണ്ടാക്കി. തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾ CPM ഇപ്പോൾ ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ഭരിക്കാൻ ഞങ്ങൾ സഹകരിക്കാം. CPM ഭരിക്കുന്ന കൊല്ലം കോർപ്പറേഷൻ UDFന് കിട്ടാൻ ഞങ്ങൾ സഹകരിക്കാം. ഈ സഹകരിച്ചതിൻ്റെ 2 മണ്ഡലത്തിലെയും തെളിവുകൾ, കൂടുതൽ കണക്കുകൾ വെച്ച് എനിക്ക് വിശദീകരിക്കാൻ പറ്റും. ഒന്ന് മാത്രം ഞാൻ പറയാം. 50% സീറ്റ് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ പിടിച്ചപ്പോൾ അവിടെ UDFനുണ്ടായിരുന്ന സീറ്റുകൾ എണ്ണവും വർദ്ധിക്കാൻ BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ സഹകരിച്ചിട്ടുണ്ട്. ആ സ്ട്രാറ്റജി അവിടെ വർക്കായെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സ്ട്രാറ്റജിയും അപ്പോൾ വർക്കാകുമല്ലോ. ഭരണം ആത്യന്തികമായി UDFന് ലഭിക്കുന്ന സാഹചര്യമുണ്ട് എന്നല്ലേ? അല്ല, ഇത് രഹസ്യമായി നടന്നപ്പോൾ അത് പ്രവർത്തിച്ചു. പരസ്യമായി 1991 വടകരയും ബേപ്പൂരും അത് പ്രവർത്തിച്ചില്ല. അപ്പോൾ ഇതിപ്പോൾ ഈ വസ്തുത പരസ്യപ്പെടുത്താനാണ് ഞങ്ങളുടെ ക്യാമ്പയിനിൽ ശ്രമിക്കുന്നത്. ഇത് പരസ്യപ്പെടുത്തപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതേ ആക്രമണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിനെതിരായിട്ട് നടത്താൻ ഇവർ ശ്രമിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു കാര്യം ചിന്തിക്കാനേ കഴിയില്ല. പിന്നെ പാലക്കാട് നിർത്തിയ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മതപരമായ ബന്ധത്തെക്കുറിച്ച് CPMൻ്റെ നൗഷാദ് എന്ന് പറയുന്ന ആൾ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് മുമ്പ് ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളാണ്. അപ്പം CPMൻ്റെ സമീപനത്തിൽ പാർട്ടി നേതാക്കന്മാർ മാത്രമല്ല, സംരംഭകർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ഇവരെല്ലാം പാർട്ടിക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ മാത്രമല്ല പിടിച്ചെടുക്കേണ്ട മണ്ഡലങ്ങളിലും അവതരിപ്പിക്കുക എന്നുള്ളത് പ്രൊഫസർ മുണ്ടശ്ശേരിയുടെയും SK പൊറ്റക്കാടിൻ്റെയും കാലം മുതൽ ONVയുടെയും ഇന്നസെൻറ്റിൻ്റെയും ഒക്കെ കാലം വരെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ കടമ്മനിട്ട് രാമകൃഷ്ണൻ, പ്രമുഖനായ UDF നേതാവ് MV രാഘവനെ തോൽപ്പിച്ചുകൊണ്ട് ആറന്മുള ജയിച്ച ചരിത്രമുണ്ട്. അപ്പോൾ ഇതൊരു ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഒരു പൊതു സമീപനമാണ്. ഏതെങ്കിലും തരത്തിലുള്ള വർഗീയതയുമായി ഞങ്ങൾ സമരസപ്പെടുന്ന പ്രശ്നമേ ഇല്ല. എന്നാൽ മതവിശ്വാസികളെ അകറ്റി നിർത്തുക എന്നൊരു സമീപനം CPIMനില്ല. അങ്ങനെ ഉണ്ടെന്ന് ചില ഇടതുപക്ഷ പ്രവർത്തകർ തന്നെ ധരിച്ചിട്ടുണ്ട്. മതവിമർശനമാണ്, മതത്തെ വർഗീയമാക്കുന്നതിനോടുള്ള വിമർശനമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് CPMൻ്റെ സമീപനവും LDFൻ്റെ സമീപനവും വളരെ വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവം, G സുധാകരൻ CPIM വിട്ടിറങ്ങുന്നു, അപ്പുറത്ത് UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളതാണ്. ഇത്രയും മുതിർന്ന ഒരു നേതാവ് അദ്ദേഹം ഒരുപക്ഷെ അമ്പലപ്പുഴ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയേക്കുമെന്ന് മാധ്യമപ്രവർത്തകർ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 3 മാസമെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് പല തരത്തിൽ.
പക്ഷേ അത് പാർട്ടി തിരിച്ചറിഞ്ഞിട്ടില്ല. അതോ തിരിച്ചറിഞ്ഞിട്ടും ഇങ്ങനെ ആ ഒരു നീക്കത്തെ ചെറുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം പാർട്ടി എടുത്തതായിരുന്നു? ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് കാണുന്നത്. വേറെ 1-2 സ്ഥലത്ത് ഇതുപോലെ 5 ഇടത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് ഈ പാർലമെൻ്ററി രംഗത്ത് നിൽക്കണമെന്നുള്ള മോഹം ഈ പ്രസ്ഥാനത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച ചിലരിലുണ്ടാകുന്നു. അല്ലെങ്കിൽ തളിപ്പറമ്പിൽ സംസ്ഥാന തലത്തിലുള്ള പല ചെയർമാൻ സ്ഥാനം പോലുള്ള ഉത്തരവാദിത്വമൊക്കെ വഹിച്ചയാളാണ് ശ്രീ ടി.കെ. ഗോവിന്ദൻ. അദ്ദേഹത്തിന് എനിക്കെന്തുകൊണ്ട് മത്സരിച്ചുകൂടാന്ന് തോന്നുന്നു. ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഒട്ടും അഭിലഷണീയം ആണെന്ന് കരുതാത്ത ഒരു സമീപനമാണ്. അപ്പോൾ അതുകൊണ്ട് ഭരണവർഗ പാർട്ടികളിൽ വ്യാപകമായി കാണുന്നു. ഭരണവർഗ പാർട്ടികൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കലാണ്, MLA ആകലാണ്, മന്ത്രിയാകലാണ്. രാജാവായാൽ പിന്നെ ചക്രവർത്തിയാകാൻ മോഹം എന്ന് പണ്ടൊരു കവി പാടിയതുപോലെ പുതിയ പുതിയ വലിയ അധികാരങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന പെരുമാറ്റ സ്വഭാവത്തിൽ നിന്നുള്ള വ്യതിചലനം വലിയ തോതിലല്ലെങ്കിൽ പോലും പാർട്ടിയിൽ അവിടെ ഇവിടെ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് പാർട്ടി ഗൗരവമായി കാണാൻ പോകും. അതൊരു പക്ഷേ ബോധപൂർവമുള്ള മാറ്റി നിർത്തലായി തോന്നുമ്പോൾ കൂടിയാണല്ലോ അങ്ങനെ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3ാം ടൈമിൽ അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനം വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. അതിപ്പോൾ പശ്ചിമ ബംഗാളിലെ സാഹചര്യമൊക്കെ മുൻനിർത്തി ആ മട്ടിലുള്ള ഒരു തകർച്ച ഇവിടെ ഉണ്ടായിക്കൂടാ. അതിനൊരു പ്രതിരോധ മാർഗം എന്ന നിലയ്ക്ക് ആ വിലയിരുത്തലൊക്കെ ഉണ്ടാകുന്നു. 2 മന്ത്രിസ്ഥാനത്ത് 2ാം ടൈമിൽ അനുവദിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം വരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് 3ാം ടൈം അനുവദിക്കാമെന്നുള്ള തീരുമാനം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ സർക്കാർ രൂപീകരിക്കുന്ന സ്ഥിതി വന്നാൽ മന്ത്രിസ്ഥാനത്ത് 2ാം ടൈം അനുവദിക്കാമെന്നുള്ള തീരുമാനവും വരും എന്ന് കരുതുന്നു. ഈ തീരുമാനങ്ങളൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? തീരുമാനങ്ങൾ വരുന്നത് കൂട്ടായ ചർച്ചയിലൂടെയാണ്. ആ കൂട്ടായ ചർച്ചയിലൂടെ മാറുന്ന സാഹചര്യത്തിൽ ആവശ്യമുള്ള മാറ്റങ്ങൾ മാനദണ്ഡങ്ങളിലും വരുത്തണം. പക്ഷേ ഈ മാറ്റങ്ങളെല്ലാം പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഉണ്ടാകുന്നതെന്നും അത് പാർട്ടി അതിനൊപ്പിച്ച്, അതായത് മുമ്പ് പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു, പാർട്ടിയെ നയിക്കുന്ന സർക്കാർ ആ തീരുമാനം നടപ്പാക്കുന്നു എന്നതാണെങ്കിൽ ഇവിടെ ഒരു സുപ്രീം ലീഡർ എന്നുള്ള സ്വഭാവത്തിൽ പിണറായി വിജയൻ ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും തീരുമാനങ്ങളും പാർട്ടി നടപ്പാക്കി കൊടുക്കുന്നു എന്ന മട്ടിൽ സംഭവിക്കുന്നു എന്ന് വിലയിരുത്തിയാൽ തെറ്റുണ്ടോ? പിണറായി വിജയൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടി സെക്രട്ടറി ആയ ആളാണ്. മന്ത്രിസ്ഥാനം പോലുള്ളതിനാണ് പ്രാധാന്യമെന്ന് അദ്ദേഹം കരുതിയിരുന്നെങ്കിൽ ഞാനിപ്പം മന്ത്രിയായിട്ട് ഏറ്റെടുത്തു, കാലാവധി പൂർത്തിയാക്കിയില്ലല്ലോ, അതുവരെ ഞാൻ തുടരട്ടെ, പാർട്ടിയുടെ ഉത്തരവാദിത്വം വേറെ ആർക്കെങ്കിലും എടുക്കാം. പാർട്ടി ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് തുടർച്ചയായിട്ട് ഒരു 1.5 പതിറ്റാണ്ടോളം കാലം പാർട്ടി സെക്രട്ടറി ആയിട്ട് അച്ചടക്കത്തോടുകൂടി ഒരു പരിഭവമില്ലാതിരുന്ന ആളാണ്. പാർട്ടി ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യുക എന്നുള്ളതാണ് ഈ പാർട്ടിയിലുള്ള ഏതൊരു പാർട്ടി അംഗവും പിന്തുടരേണ്ട സമീപനം. ഞങ്ങളൊക്കെ ആ സമീപനമാണ്. അദ്ദേഹം വളരെ പവർഫുൾ ആയ ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ആ ഘട്ടത്തിൽ നടപ്പായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാവുമ്പോൾ പക്ഷേ പാർട്ടി സെക്രട്ടറി അല്ല തീരുമാനങ്ങൾ നടപ്പാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾ അനുസരിച്ച് പാർട്ടി അത് നടപ്പാക്കി കൊടുക്കുന്നു എന്നതാണ് ആരോപണം. പാർട്ടിക്ക് വിധേയമാകാതെ ഒരാൾക്കും ഈ CPIM നിൽക്കാൻ കഴിയില്ല. അത് ജനറൽ സെക്രട്ടറി ആയാലും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും മുഖ്യമന്ത്രിമാരുമായാലും പാർട്ടി തീരുമാനത്തിന് വിധേയമായി മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. പാർട്ടി തീരുമാനത്തിന് വിധേയനാകാതെ അതിന് അതീതനായി നിൽക്കുന്ന ഒരാളല്ല സഖാവ് പിണറായി വിജയൻ. അല്ല, ആ തീരുമാനങ്ങളെക്കുറിച്ചാണ് പ്രശ്നം. അതായത് ഈ എന്താണ് കട്ടിലിൽ ഒപ്പിച്ച് കാല് മുറിക്കുക എന്ന മട്ടിലാണ് ആ തീരുമാനങ്ങൾ വരുന്നത് എന്നുള്ളതാണ് വിമർശനം. അല്ല, ഇവിടെ എനിക്ക് അതിനെക്കുറിച്ച് ആകെ പറയാൻ പറ്റുന്നത് പാർട്ടി കൈക്കൊള്ളുന്ന ഓരോ തീരുമാനവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളാണ്. ഗവൺമെൻറ് നടപ്പാക്കുന്ന തീരുമാനങ്ങൾ പാർട്ടി കേരളത്തിൽ നടപ്പാക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. പക്ഷേ സംസ്ഥാന സെക്രട്ടറിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും എടുക്കുന്ന തീരുമാനങ്ങളാണ് ഗവൺമെൻറ് കാര്യങ്ങളും. ഇപ്പോൾ ഒന്ന് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി, ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടി, ആ നിലയ്ക്ക് പശ്ചിമ ബംഗാളിൽ വളരെ ശക്തമായൊരു പാർട്ടി ഉണ്ടായിരുന്നു, ത്രിപുരയിൽ പാർട്ടി ഉണ്ടായിരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലും അതിനൊപ്പിച്ച്, അതായത് ആ എല്ലാവരുടെയും ശബ്ദത്തിന് പ്രസക്തിയുള്ള തലത്തിലാണ് അത് പോയിരുന്നത്. ഇപ്പോൾ അധികാരം ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. ആ അധികാരത്തിൽ ഈ സർക്കാരിനെ നയിക്കുന്നത് പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ മട്ടിൽ അധികാരം കേന്ദ്രീകരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ ജനാധിപത്യ സാഹചര്യം കൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ പാർട്ടിയുടെ പവർ കുറഞ്ഞു പലതരത്തിൽ. അത് സാമ്പത്തികമായി പാർട്ടിയുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന കാര്യത്തിലായിരിക്കാം, ചിലപ്പോൾ സംഘടനാപരമായി ആയിരിക്കാം, ആ പലതരത്തിലും കുറഞ്ഞു. അത്
ഇപ്പോൾ ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നു എന്നുള്ള ആരോപണത്തെ ഇത് ഒരു ആഖ്യാനമാണ്. അത് ബോധപൂർവമുള്ള ഒരു ആഖ്യാനമാണ്. കാര്യങ്ങളെ വക്രീകരിച്ച് അവതരിപ്പിക്കാനുള്ള വ്യാഖ്യാനമാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഏറ്റവും പ്രായം ചെന്ന ഏറ്റവും പരിചയസമ്പന്നനായ അംഗമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇത് രണ്ടുമാകുമ്പോൾ അതിന് രണ്ടിൻ്റെ അംഗീകാരമുണ്ട്. പിണറായി വിജയൻ പറഞ്ഞ ഒരു അഭിപ്രായം എന്നുള്ളത് കൊണ്ട് മാത്രം ബാക്കി ആർക്കും അത് സ്വീകാര്യമല്ലെങ്കിലും സഖാവ് പറഞ്ഞതല്ലേ അതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം എന്നൊരു കമ്മിറ്റിയും തീരുമാനിക്കുന്ന പ്രശ്നമേ ഇല്ല. അത് ആ കമ്മിറ്റിയിൽ വന്നിരുന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനുദാഹരണമായിട്ടാണ് ഞാൻ സഖാവ് EMSൻ്റെയും നയനാരുടെയും കാര്യം പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പം അതുപോലെ ഏതെങ്കിലും ഉദാഹരണം പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയില്ല. അത് പാർട്ടി സംഘടനയ്ക്കും അച്ചടക്കത്തിന് നിരക്കുന്നതല്ല. അത്ര എനിക്ക് അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ തളിപ്പറമ്പിലെ കാര്യം എടുത്താൽ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ അതിനകത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്നത് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വരേണ്ടതില്ല എന്ന് തന്നെ കരുതിയാലും അവിടെ അങ്ങനെ ഒരു പരിഗണന പൊതുസമൂഹത്തിന് മുന്നിൽ ആ സ്ഥാനാർത്ഥിത്വം അവതരിപ്പിക്കുമ്പോൾ അവിടെ അതിനേക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ കണ്ണൂരിൽ അവിടെ കണ്ടെടുക്കാൻ തളിപ്പറമ്പിൽ കണ്ടെടുക്കാൻ കഴിയില്ല എന്ന് പൊതുസമൂഹത്തിന് കൂടി ബോധ്യപ്പെടണ്ടേ? ഇവിടെയുള്ള വലിയൊരു പ്രശ്നം നമ്മുടെ ലോകത്തും ഇന്ത്യയിലും നമ്മുടെ സംസ്ഥാനത്തും നമ്മൾ അറിയാതെ ഒരു ആണധികാര ബോധവും അതിൻ്റെ ആഖ്യാനവും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. സഖാവ് ശ്യാമള സഖാവ് ഗോവിന്ദൻ മാസ്റ്ററെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്, യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്, കമ്മിറ്റികളിൽ അംഗമാണ്. ഇതിനു മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്കിൽ ഉത്തരവാദിത്വം വഹിച്ചിട്ടുണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ചെയർപേഴ്സണായിട്ടുണ്ട്. ഇങ്ങനെല്ലാം ഉള്ള ഉത്തരവാദിത്വമുണ്ട്. ഒരു വനിത വരുമ്പോൾ ഉടനെ അവർ വിവാഹിതയാണെങ്കിൽ ഭർത്താവിൻ്റെ പേര് വരും, അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് വരും. അപ്പോൾ എങ്ങനെയാണ് ബന്ധുക്കളായവർക്ക് പ്രസ്ഥാനത്തിൽ വരാമോ എന്നുള്ള ചോദ്യം ഞങ്ങൾ വളരെ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരാളിൻ്റെ ബന്ധുവാണ് എന്നുള്ളതിൻ്റെ പേരിൽ പ്രത്യേക പരിഗണനയും കൊടുത്തുകൂടാ. ഒരാളിൻ്റെ ബന്ധുവാണ് എന്നതുകൊണ്ട് ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട അംഗീകാരം നിഷേധിക്കപ്പെടാനും പാടില്ല. ഇതാണ് പാർട്ടി പിന്തുടരുന്ന സമീപനം. ഇതിന് ഈ പുരുഷാധിപത്യ പ്രവണതയുടെ ബാക്കിയാണ് ഈ വിമർശനം എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഈ ബന്ധു പാർട്ടി സ്ഥാനാർത്ഥിയായി വരുമ്പോഴോ ആ മട്ടിലുള്ള എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ മാത്രമേ പാർട്ടി പറയുന്നുള്ളൂ എന്നുള്ള പ്രശ്നമില്ലേ? പാർട്ടിയുടെ പ്രവൃത്തിയിൽ അതുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരില്ലേ? തുറന്നു പറഞ്ഞാൽ കേരളത്തിൽ പല ആവർത്തി ചർച്ച ചെയ്യപ്പെട്ടതാണ് ശൈലജ ടീച്ചറിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ. ഇപ്പോൾ പ്രത്യേകിച്ച് സിറ്റിംഗ് സീറ്റിൽ നിന്ന് മാറ്റി പേരാവൂരിലേക്ക് മാറ്റുമ്പോൾ തന്നെ ഇതവിടെ കൊണ്ടിട്ടുന്നത് തോൽപ്പിക്കാനാണ് എന്നുള്ള ചർച്ച ഒരു വഴിക്ക് നടക്കുന്നു. മറ്റൊന്ന്, വേണമെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാമായിരുന്ന ആളെ അവിടെ വേരോടെ മുറിച്ചു കളയാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ള ചർച്ച നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം അത്തരം വിഷയങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പുരുഷാധിപത്യ പ്രവണതയായി അതിനെ വിലയിരുത്താത്തത്? അങ്ങനെ പറയാൻ തക്ക തരത്തിൽ കേരളീയ സമൂഹത്തിൽ ഉന്നതമായി വളർന്നു വന്ന സ്ത്രീകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേ ഉള്ളൂ. കോൺഗ്രസിലും UDF-ൽ നിന്ന് അവരെ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാക്കാരെന്ന് പറയാൻ തക്ക വിധത്തിൽ പോലും ഒരാളെ വളർത്താൻ കോൺഗ്രസിനോ UDF-നോ കഴിഞ്ഞിട്ടില്ല. അതാണല്ല, ഇത് കേൾക്കണം. ഇപ്പം പറഞ്ഞതിനോട് ഹർഷൻ ഉന്നയിച്ചതിനോടുള്ള എൻ്റെ ആദ്യത്തെ പ്രതികരണം അതാണ്. അപ്പോൾ ആ നിലയിൽ ഇവർ വളർന്നു വന്നു, ഇവരെ വളർത്തിക്കൊണ്ട് വന്നു. ഇവരെ വളർത്തിയതിൽ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്, അങ്ങനെ വളർന്നു വന്നതിൽ ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇവർ കേരളം ഓർക്കുന്ന രാഷ്ട്രീയ മണ്ഡലത്തിലെ സ്ത്രീ സാന്നിധ്യങ്ങളാണ്. അതാണ്. പിന്നെ ചോദിച്ചത് സഖാവ് ശൈലജയെക്കുറിച്ചാണ്. സഖാവ് ശൈലജ യുവതിയായിരിക്കുമ്പോൾ ആദ്യം സഖാവ് ശൈലജയ്ക്ക് മത്സരിക്കാൻ സഖാവ് പിണറായി വിജയനാണ് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തത്, കൂത്തുപറമ്പ് സീറ്റ്. അത് വ്യക്തിഗത തീരുമാനമല്ല, പാർട്ടി തീരുമാനമാണ്. ഇതെല്ലാം ഇപ്പം എടുത്തതെല്ലാം പാർട്ടി തീരുമാനം തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഈ കോൺഗ്രസ് ആയാലും മറ്റു പാർട്ടികളായാലും ഇപ്പോൾ മായാവതി, ജയലളിത, മമതാ ബാനർജി, എന്തിന് ദേശീയ തലത്തിൽ നോക്കിയാൽ ഇന്ദിരാഗാന്ധി അടക്കം, അല്ലെങ്കിൽ ഇപ്പോൾ UPA നയിച്ചിരുന്ന സോണിയാഗാന്ധി അടക്കം, അങ്ങനെ അധികാര സ്ഥാനത്തേക്ക് വനിതകളെ ബാക്കി എല്ലാവരും സംഭാവന ചെയ്തിട്ടുണ്ട്. അത് CPIM ആ നിലയ്ക്ക് സംഭാവന ചെയ്യാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യേണ്ട സംസ്ഥാനങ്ങളിലൊന്നും ചെയ്തിട്ടില്ല. അല്ല, അതിനകത്തിപ്പം ചെയ്യേണ്ട സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയവും സംഘടനാപരവുമായ ഒരു നേതൃത്വമാണ്. പാർട്ടിയുടെ ഉത്തരവാദിത്വമായാലും മുഖ്യമന്ത്രി പോലുള്ള ചുമതലകളാണെങ്കിലും ആ പല കാരണങ്ങൾ കൊണ്ടും ഇപ്പം ഈ കേരളത്തിൽ ഉയർന്നു വന്ന ഈ പറഞ്ഞ നേതാക്കന്മാർ, ഗൗരിയമ്മയും സുശീലാ ഗോപാലിനെയും പോലുള്ള നേതാക്കന്മാർ,
ആ സന്ദർഭത്തിലെ രാഷ്ട്രീയവും സംഘടനാപരവുമായ അവസ്ഥകൾ കൊണ്ട് സഖാവ് നായനാരെ പോലെയും സഖാവ് വി എസിനെ പോലെയും ഉള്ളവർ അന്ന് രാഷ്ട്രീയ സംഘടനാ രംഗത്ത് ഏറ്റവും പ്രമുഖരായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാതിനിധ്യം ആണ് അന്നുണ്ടായത്. മറിച്ചൊരു തീരുമാനം എടുക്കാമായിരുന്നു, ഒരു വനിത വരട്ടെ ഈ ഉത്തരവാദിത്വത്തിലേക്ക് എന്നുള്ള അഭിപ്രായമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പോൾ വേറെ യാതൊന്നും തന്നെ പറയുന്നില്ല. അല്ല, പക്ഷേ പൊതുസമൂഹത്തിന് ഇതിൽ പങ്കാളിത്തം ഉണ്ടല്ലോ. കാരണം ഇത് വിലയിരുത്താം, അവർക്ക് ഈ മട്ടിലെല്ലാം വിമർശിക്കാം, ചർച്ച ചെയ്യാം. അപ്പോൾ നോക്കുമ്പോൾ ഒരു പാർട്ടി അവരുടെ പ്രായപരിധി എന്നുള്ളത് 75 വയസ്സായി നിർണ്ണയിക്കുന്നു. ആ പ്രായപരിധി കഴിഞ്ഞ വ്യക്തിക്ക് പോളിറ്റ് ബ്യൂറോയിൽ തുടരാനുള്ള അവസരം ഉണ്ട്. കാരണം അദ്ദേഹമാണ് നേതാവ് എന്നതുകൊണ്ട്, നയിക്കുന്ന അദ്ദേഹമാണ്, മുഖ്യമന്ത്രിയായത് അദ്ദേഹമാണ് എന്നുള്ളതുകൊണ്ട്. ഇപ്പുറത്ത് ഓക്കെ, അത് അംഗീകരിക്കപ്പെടുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് അദ്ദേഹം തന്നെയാണ് നേതാവ്, അതുകൊണ്ട് അദ്ദേഹം നയിക്കട്ടെ, ഈ പ്രായപരിധി മറികടന്ന് അദ്ദേഹത്തിന് തന്നെ നയിക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്, അദ്ദേഹം നയിക്കട്ടെ എന്ന് തീരുമാനിക്കും. അതല്ലാതെ പുറത്ത് ഇങ്ങനെയുള്ള ഒരു ചോയ്സിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്നുള്ളതാണ് അവിടെ ഉള്ളത്. പാർട്ടി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്വങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന LDF നേതാവായിരിക്കണം എന്നുള്ളതാണ്. LDF ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി LDF വീണ്ടും ഭൂരിപക്ഷം കിട്ടുമ്പോൾ അപ്പോഴാണ് ഗവൺമെന്റിനെ നയിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കാര്യം. പക്ഷേ പാർട്ടി സെക്രട്ടറി തന്നെ പറയുകയാണ് വിജയിച്ചു വന്നാൽ പിണറായി വിജയനായിരിക്കും മുഖ്യമന്ത്രി. അല്ല, അത് പിണറായി വിജയൻ വിശദീകരിച്ചല്ലോ, ചില അഭിമുഖത്തിൽ വിശദീകരിച്ച് ഞാൻ കണ്ടു. പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറഞ്ഞാൽ ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്നുള്ളത് വിജയിച്ചു കഴിഞ്ഞാൽ തീരുമാനിക്കേണ്ട വിഷയമാണ്. ഗോതമാഷ് പറഞ്ഞത് എനിക്കറിയാം. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറിയേക്കാൾ പവർഫുള്ളും ഈ കാര്യത്തിൽ ഒരു തീരുമാനം അന്തിമമായി പറയാൻ കഴിയുന്ന ശേഷിയുള്ള ആളുമായി അവിടെ പിണറായി വിജയൻ മാറുന്നത്. ഇല്ല, പിണറായി വിജയൻ പറഞ്ഞല്ലോ. പിണറായി വിജയൻ പറഞ്ഞു ഇത് സംബന്ധിച്ച് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടില്ല. തീരുമാനം എടുക്കേണ്ടത് LDF ഭൂരിപക്ഷം കിട്ടിക്കഴിയുമ്പോഴാണ് പാർട്ടി കൂടി തീരുമാനം എടുക്കുന്നത്. അതാണ് പാർട്ടിയുടെ പൊതുവിലുള്ള അഭിപ്രായം. അത് പിണറായി വിജയൻ പറഞ്ഞു. ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ ഞാനത് ആവർത്തിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP വിജയം എന്നത് അവർ തമ്മിലുള്ള ഒരു ഡീലിൻ്റെ ബാക്കിയായിരുന്നു എന്ന് വിശദീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പെർഫോം ചെയ്യാൻ കഴിയുമല്ലോ. കാരണം അതേ സ്വഭാവത്തിൽ അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ BJP ഒന്നിലേറെ സീറ്റുകളിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത കാണുന്നുണ്ടോ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ? LDF ജയിക്കണം, അതിന് മുഖ്യമായി തോൽപ്പിക്കേണ്ടത് UDF എന്നറിയുമ്പോൾ തന്നെ ഈ അവസരം BJP അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന് കണ്ട് അതിനെ പരമാവധി പരാജയപ്പെടുത്തണം എന്നുള്ളതിൽ മൂന്നുന്ന പാർട്ടിയാണ് CPIM. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJPക്ക് ഒരു MLA ഉണ്ടായിരുന്നു. കേരളത്തിലുണ്ടായിരുന്ന BJPയുടെ ഒരു അസംബ്ലി അക്കൗണ്ട് പൂട്ടിക്കാൻ കഴിഞ്ഞ CPIM-നും LDF-നും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലും BJP എന്ത് തരത്തിലുള്ള ഡീല് UDF-ഉമായിട്ടുണ്ടാക്കിയാലും ഒരു സീറ്റിലും കേരളത്തിൽ ജയിക്കാതിരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് CPIM-ന് വലിയ സ്വാധീനമുണ്ടായിരുന്ന പശ്ചിമ ബംഗാളിലും തരക്കേടില്ലാത്ത സ്വാധീനമുള്ള തമിഴ്നാട്ടിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് വന്നാൽ അവിടെ മുന്നണി രാഷ്ട്രീയത്തിൽപ്പെട്ടിട്ടുണ്ട് CPIM. പക്ഷേ 5 സീറ്റുകളിലേക്ക് സീറ്റ് ഷെയർ ഒതുങ്ങി എന്നുള്ളതാണ്. അത് എനിക്കൊന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ സംസാരിച്ച ആ ഒത്തുതീർപ്പിന് വഴങ്ങി എന്നാണ് അന്ന് തമിഴ്നാട്ടിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കണ്ടത്. യഥാർത്ഥത്തിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? തമിഴ്നാട്ടിൽ CPIM ഊന്നിയത് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഈ സംവിധാനം, DMKയുടെ നേതൃത്വത്തിലുള്ള സംവിധാനം, എന്തെങ്കിലും കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റെന്തെങ്കിലും ഒരു നിലപാടിലേക്ക് CPIM പോവുക എന്ന് വന്നാൽ BJPയെ തടുത്തു നിർത്താനുള്ള ഈ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു പങ്ക് CPM വഹിച്ചു എന്ന് സ്വയംവിമർശനം നടത്തേണ്ടി വരും. ചിലപ്പോൾ മറ്റുള്ളവരുടെ പഴി കേൾക്കേണ്ടി വരും. അത് ഇന്നത്തെ സാഹചര്യത്തിൽ ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കേണ്ട ഒരു സമീപനമല്ല. ഇപ്പം ഫലപ്രദമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന BJP വിരുദ്ധ രാഷ്ട്രീയ സമര വേദി, ആ വേദിയെ ശക്തിപ്പെടുത്തുക. അത്തരം വേദികൾ എവിടെ ഉണ്ടായാലും അതിനെ ശക്തിപ്പെടുത്തുക. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ എന്തിനാണ് ഇത്ര കുറച്ച് സീറ്റ് അംഗീകരിച്ചുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ സീറ്റിന് അർഹതയും സ്വാധീനമുള്ള CPM പോയത് തുടങ്ങിയ ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് തന്നെ ഇത് കുറച്ച് മനോവിഷമം ഉണ്ടാക്കും എന്നുള്ളത് എനിക്കറിയാം. എന്നാലും RSS വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് തമിഴ്നാട്ടിലുള്ളത്. റൈറ്റ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നോക്കിയാൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കാലം, അതായത് ബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാം ആ നിലയ്ക്ക് നിർണായകമാണ്. ആ പോരാട്ടത്തിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ച് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. വളരെ സന്തോഷം. നന്ദി.